ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിൽ നിന്നും കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു അവാർഡ് സിനിമയാണല്ലോ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ്. തിയേറ്ററുകളിൽ എത്തുന്നതിന് മുന്നേ തന്നെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെല്ലാം തന്നെ പ്രദർശിപ്പിച്ച് അന്താരാഷ്ട്ര പ്രശംസയെല്ലാം തന്നെ നേടിയെടുത്ത പയൽ കബഡിയ ചിത്രം തിയേറ്റർ റിലീസിന് ശേഷവും അന്താരാഷ്ട്ര പ്രശംസയ്ക്ക് ഒരു കുറവുമില്ലാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ ഒരുപാട് അംഗീകാരങ്ങളെല്ലാം തന്നെ നേടിയെടുത്ത് മുന്നോട്ട് കുതിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രം 1.5 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 15 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്തു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ ഫ്രാൻസിൽ നിന്ന് മാത്രം സിനിമ 9 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്തു എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പ്രേക്ഷകർ അറിഞ്ഞതുപോലെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായ ബറാക് ഒബാമയുടെ ഇഷ്ടചിത്രങ്ങളിൽ 1-ാം സ്ഥാനത്ത് കൂടി ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് ഇടം നേടിയെടുത്തിരിക്കുന്നുവെന്ന് അദ്ദേഹം കൂടി ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു മലയാളം സിനിമ കൂടിയായിട്ട് ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ സിനിമയുടെ റിലീസിന് മുന്നോടിയായിട്ട് സിനിമയുടെ സംവിധായകൻ തന്നെ പറഞ്ഞത് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ വിറ്റഴിച്ചിട്ടില്ല, സിനിമ എടുക്കാനായിട്ട് OTTയിൽ ആളില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇപ്പോഴത്തെ സിനിമയുടെ ഡിമാൻഡ് എല്ലാം തന്നെ കാണുമ്പോൾ ആമസോൺ പ്രൈം അതല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള മുൻനിര OTT പ്ലാറ്റ്ഫോമുകൾ സിനിമ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ, പ്രഭയായി നനച്ചതെല്ലാം എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.